നമസ്കാരം. പ്രധാന വാർത്തകൾ. അടുത്ത 5 ദിവസം വേനൽ മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും കനത്ത വേനൽ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 5 ദിവസം മഴ തുടർന്നേക്കും. കേരളത്തിലെ 14 ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ പ്രത്യേക മഴ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലിന്റെ സാധ്യത ഏറെയാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച അപകടം. കൊല്ലം സ്വദേശിയായ ഡോക്ടർക്ക് ദാരുണാന്ത്യം. തൃശൂർ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. പൂവത്തുംകടവ് സർവീസ് സഹകരണ ബാങ്കിനടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ പീറ്ററിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. ആലപ്പുഴയിൽ വൻ ആയുധശേഖരം കണ്ടെത്തി. പ്രതി പിടിയിൽ. ആലപ്പുഴ കുമാരപുരത്ത് വൻ ആയുധശേഖരം കണ്ടെത്തി. കായൽവാരത്ത് വീട് പൊത്തപ്പള്ളി വടക്ക് കിഷോറിന്റെ വീട്ടിൽ നിന്നാണ് ആയുധശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. വിദേശ നിർമ്മിത ഒരു പിസ്റ്റളും 53 വെടിയുണ്ടകളും 2 വാളും 1 മഴുവും സ്റ്റീൽ പൈപ്പുമാണ് കിഷോറിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കിഷോർ. 2015 കാണാതായ രാകേഷ് തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കിഷോറിന്റെ വീട്ടിൽ നിന്നും ആയുധശേഖരം പിടികൂടിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസ്. പ്രതി യാസിർ പിടിയിൽ. മെഡിക്കൽ കോളേജ് പാർക്കിംഗിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. കൊലപാതകത്തിന് ശേഷം പ്രതി സഞ്ചരിച്ച അതേ കാറിൽ തന്നെയാണ് പിടിയിലായത്. ലഹരിക്കടിമയായ യാസിർ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം ഭാര്യ മാതാവിനെയും പിതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ പോക്സോ കേസ്. CPM കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി BS ശക്തിധരനെതിരെയാണ് പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്. 4 വർഷം മുമ്പ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. കയ്പമംഗലം വഞ്ചിപുരം സ്വദേശിയായ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് പരാതി നൽകിയിരിക്കുന്നത്.